Good morning. Today we are discussing on the elements of electric circuits. What are the elements in the electric circuits? So let's start with it. Okay, so the first slide shows the clear classification of electric circuit elements. Don't get panicked, no need to by heart this is a little extra for you. Okay, so we are starting it. First, the electric circuit elements. I have already told in the first section that we are classifying electric circuit elements into active and passive elements. So we are classifying electric circuits into active elements and passive elements. So what is an active element? And active elements are the elements which are capable of producing or generating electrical energy. എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആക്റ്റീവ് എലമെൻറ്റ്സ്. ഓക്കെ, എനർജി കൺസ്യൂം മാത്രം ചെയ്യുന്നവർ പാസീവ് എലമെൻറ്റ്സ്. ഇത്ര ഓർത്താൽ മതി കേട്ടോ. സോ ഇലക്ട്രിക് സർക്യൂട്ട് എലമെൻറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ആക്റ്റീവ് എലമെൻറ്റും പാസീവ് എലമെൻറ്റും. അതിനകത്ത് ആക്റ്റീവ് എലമെൻറ്റ്സ് ആർ ദ എലമെൻറ്റ്സ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് or generating electrical energy. Okay, so active elements again is classified into independent elements and dependent elements. Okay, active elements ne veendum classify cheyuvana independent and dependent. Inathe dependent aanu ithri extra njan ittekkunnathu, independent maatram ningal padicha madi. Okay, so what is an independent source? Independent sources are that can generate a power and does not depend on any other parameter. ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിൽക്കുന്ന ആൾക്കാർക്കാണ് we are calling it as independent sources. So independent sources generate power that can be voltage or current source and it does not depend on other parameters. യൂഷ്വലി ഈ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിന് ഒരു റൗണ്ട് ഇട്ടിട്ട് അതിനകത്താണ് കാണിക്കാറുള്ളത്. ഓക്കെ, സോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ആവും. ഐദർ ഇറ്റ് ക്യാൻ ബി എ വോൾട്ടേജ് സോഴ്സ് ഓർ എ കറണ്ട് സോഴ്സ്. അപ്പോൾ എന്താ വോൾട്ടേജ് സോഴ്സ്? വോൾട്ടേജ് തരുന്ന സോഴ്സ്, പൊട്ടൻഷ്യൽ തരുന്ന സോഴ്സിന് നമ്മൾ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വോൾട്ടേജ് സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം കേട്ടോ. So what is a voltage source? An ideal voltage source is a voltage source that maintains same voltage across the source terminals no matter what current is drawn from the terminals or what current flows into the terminals. ബാക്കി ഒന്നും അറിയണ്ട, എപ്പോഴും വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കണ്ടോ, ഇതുപോലെ കണ്ടോ വോൾട്ടേജ് സോഴ്സ്, അതിൻ്റെ അതിനകത്ത് നോക്കിയ റെഡ് ലൈനാണ് ആ വോൾട്ടേജ് ലൈൻ. എത്രയൊക്കെ കറണ്ട് പോയാലും വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ബട്ട് ദിസ് ഈസ് ആൻ ഐഡിയൽ കേസ്. കാരണം എന്താ, വോൾട്ടേജ് സോഴ്സിനകത്തൊരു റെസിസ്റ്റൻസ് കാണുമല്ലോ. അപ്പോൾ എന്താ, റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടാവും കേട്ടോ. Practically there will be a small drop. Okay, so voltage drop across the terminal, voltage across the terminals ne nammal VT എന്ന് പറയുന്നു, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലോഡിനെ IL എന്ന് പറയുന്നു. അപ്പോൾ VT IL കൂടെ വരച്ചപ്പോൾ ദിസ് ഈസ് ദ ഐഡിയൽ കേസ്. കണ്ടോ, ഈ കാണുന്നത് ഐഡിയൽ കേസിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് പ്രാക്ടിക്കലി എന്ത് സംഭവിക്കും? ബിക്കോസ് ഓഫ് ദ ലോസസ്. കണ്ടോ, ഇതിനകത്ത് റൗണ്ട് ഇത് നോക്കിയേ, കാണുന്നുണ്ടോ റൗണ്ട്? ഇതിനകത്ത് പോയിൻ്റർ വെച്ച് തരാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആയതുകൊണ്ടാണ് ഈ റൗണ്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇൻഡിപെൻഡൻറ്റ് സോഴ്സിനകത്ത് കണ്ട അതിന് എപ്പോഴും സോഴ്സിനൊരു റെസിസ്റ്റൻസ് കാണും. ഈ സോഴ്സ് കണക്ട് ചെയ്യുന്ന ലീഡിൻ്റെ ഒക്കെ ഒരു റെസിസ്റ്റൻസ് കാണും, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കറണ്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ RSC ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത്, ഈ VT എന്ന് പറഞ്ഞാൽ ടെർമിനലിലുള്ള വോൾട്ടേജ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കണ്ടോ, ഐഡിയലിൽ നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് കിട്ടണമെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലി എന്താ സംഭവിക്കുന്നത്? ദെയർ വിൽ ബി എ ഡിപ്പ്. ഓക്കെ, അത്രയും ഓർത്തിരുന്നാൽ മതി കേട്ടോ.
സോ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സോഴ്സ് ഇൻ വിച്ച് വോൾട്ടേജ് ഈസ് നോട്ട് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം എത്ര പോയാലും വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ടൈം വേരിയൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഇതൊക്കെ എക്സ്ട്രാ, ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സിമ്പൽ നോക്കി വെച്ചോണം. കണ്ടോ, ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ പ്ലസ് മൈനസ് വോൾട്ടേജ് സോഴ്സ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ബാറ്ററി. ഇത് എ സി വോൾട്ടേജ് സോഴ്സാണ് കേട്ടോ. ടൈമിനനുസരിച്ച് വോൾട്ടേജ് മാറുന്ന എ സി വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ സിമ്പൽ മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കുക വോൾട്ടേജ് സോഴ്സിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കറണ്ട് സോഴ്സ്. വാട്ട് ഈസ് എ കറണ്ട് സോഴ്സ്? എ കറണ്ട് സോഴ്സ് ഈസ് പ്രൊവൈഡ് സെയിം കറണ്ട് അക്രോസ് ദ ടെർമിനൽസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് എത്ര വോൾട്ടേജ് കൊടുത്താലും കൂടിയാലും എപ്പോഴും ഔട്ട്പുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ്. അപ്പോൾ ഈ ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ ഡയഗ്രാമാണിത് കേട്ടോ. അപ്പം പ്രാക്ടിക്കലി എങ്ങനെ കിട്ടുമോ? ഇല്ല, കാരണം ഇൻ ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് ദർ വിൽ ബി എ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഒരു പാരലൽ റെസിസ്റ്റൻസ് കാണും. അപ്പോൾ ഈ കറണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് ലോഡിൽ കൂടെയും കറണ്ട് കുറച്ച് ഈ റെസിസ്റ്റൻസിൽ കൂടെയും പോവും. അപ്പോൾ ഈ റെസിസ്റ്റൻസിൽ കൂടെ കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഐ എല്ലിൻ്റെ വാല്യൂ എന്താ? ഐ എസ് മൈനസ് ഐ എസ് എച്ച് അല്ലേ വരിക? ഈ ഐ എല്ലാണ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഐ എൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊടുത്തേക്കുന്ന ഐ എസ് സിന്ന് കുറച്ച് ഐ എസ് എച്ചിലേക്ക് പോയില്ലേ? സോ ഐ എസ് മൈനസ് ഐ എസ് എച്ച് ആണ് ഈ പ്രാക്ടിക്കൽ കേസിൽ സ്ലാൻഡിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്താൽ മതി, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഓർ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ബട്ട് പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. ഇനി കറണ്ട് സോഴ്സിന് നമ്മൾ എന്താ ചെയ്യുക? വോൾട്ടേജ് സോഴ്സിന് പ്ലസും മൈനസും ഇട്ട് കാണിച്ചായിരുന്നു, ബാറ്ററി വരച്ച് കാണിച്ചായിരുന്നു, പിന്നെ ഒരു ചെറിയ സൈനസോയ്ഡൽ വേവ് ഫോം വരച്ച് കാണിച്ചായിരുന്നു. ബട്ട് ഇവിടെ നോക്കിക്കേ, കറണ്ട് സോഴ്സ് ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? കറണ്ട് സോഴ്സിന് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഒരു വട്ടത്തിനകത്ത് ആരോ, ദാറ്റ് ആരോ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോ. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റഡി ദ കറണ്ട് സോഴ്സിൻ്റെ സിമ്പിൾ. കണ്ടോ, കറണ്ട് അതിൻ്റെ ആരോ ഉണ്ട്, ആ ആരോ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നു. സോ സ്ലൈഡിനകത്ത് പറയണേ എന്താ? ദ സോഴ്സ് ഇൻ വിച്ച് ദ കറണ്ട് ഈസ് നോട്ട് വേരിയിങ് വിത്ത് ടൈം എന്ന് വെച്ചാൽ ടൈം ഇൻവേരിയൻറ്റ് കറണ്ട് സോഴ്സ്, ആൻഡ് ദ സോഴ്സ് ഇൻ വിച്ച് കറണ്ട് ഈസ് വേരിയിങ് വിത്ത് ടൈം ഈസ് കോൾഡ് ടൈം വേരിയൻറ്റ് കറണ്ട് സോഴ്സ്. ഇതും അഡീഷണലാണ്, ഇത്രയും പഠിക്കേണ്ട, ജസ്റ്റ് ആ സിമ്പൽ മാത്രം. പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു ആരോ വരച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർത്തോണം, അത് കറണ്ട് സോഴ്സാണ്. അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഇനി നമുക്ക് ആവശ്യം വരുന്ന ഒരു സാധനമാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് സോഴ്സിനെ എങ്ങനെ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സിനെ എങ്ങനെ കറണ്ട് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്ന തിയറത്തിൻ്റെ പേരാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ സോഴ്സ് ഫംഗ്ഷൻ ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. അതായത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം പറയുകയാണ്, ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? വിത്ത് എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് സെയിം റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? ഐ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ ആയിരിക്കണം. ഓക്കെ, ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് കണ്ടോ, ഇതാ വോൾട്ടേജ് സോഴ്സ്, പ്ലസ് മൈനസ്. ഈ വോൾട്ടേജ് സോഴ്സും ഈ ആർ എസ് സിനെ നമുക്ക് ഒരു കറണ്ട് സോഴ്സാക്കി മാറ്റാം. ചിലപ്പോൾ ഒക്കെ നമുക്ക് നോഡൽ ഇക്വേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സും വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സും ആക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വോൾട്ടേജ് സോഴ്സ്, ഈ ആർ എസ് സി, ഇതിനെ രണ്ടിനെയും കറണ്ട് സോഴ്സ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കറണ്ടിൻ്റെ സിമ്പൽ വാങ്ങിക്കണം. പോസിറ്റീവ് എന്നല്ലേ കറണ്ട് പോകുന്നത്. അപ്പോൾ സിമ്പലിൻ്റെ ആരോ എങ്ങനെ ആയിരിക്കണം? മേളിലോട്ടായിരിക്കണം. നോക്കിക്കേ, കണ്ടോ, ഇവിടെ കണ്ടോ, ആരോ മേളിലേക്ക് വരച്ചേക്കുന്നു. ഇനി എങ്ങനെയാ? ആ ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ എസ് സി ആയിരിക്കും. ഓക്കെ, ഇവിടെ പോകുന്ന ഈ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ എസ് സി ആയിരിക്കും. ആൻഡ് ഓൾസോ ഈ ആർ എസ് സി തന്നെയായിരിക്കണം ഇവിടെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം പറയുന്നത് എ വോൾട്ടേജ് സോഴ്സ് വിത്ത് എ റെസിസ്റ്റൻസ് ഇൻ സീരീസ് can be replaced by a current source in parallel with the resistance
without affecting any voltage or current or power variable external to the source. ഓക്കെ, വേറെ ഒന്നിനെ ബാധിക്കത്തില്ല. ഒരു റെസിസ്റ്റൻസ് RSഉം ഒരു വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് ഒരു RS ഉണ്ടെങ്കിൽ നമുക്കതിനെ കറണ്ട് സോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ? I എന്ന് പറയുന്ന കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ V/RS ആയിട്ട് അതേ റെസിസ്റ്റൻസ് പാരലലി കൊണ്ട് കണക്ട് ചെയ്താൽ മതി. ഇത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നത് കണ്ടോ, പല രീതിയിലുള്ള 4 കേസസ്. അതായത് ഫസ്റ്റ് കേസിൽ നോക്കിക്കേ, വോൾട്ടേജ് പ്ലസ് മൈനസ് RS ആണ്. അപ്പോൾ പ്ലസ്സിൽ നിന്ന് കറണ്ട് പോകുമ്പോൾ മേളിലേക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ, എന്നിട്ട് ആ RS പാരലൽ കൊടുത്താൽ മതി. ഈ കറണ്ടിൻ്റെ വാല്യൂ എത്രയാ? V/RS. ഇനി ഈ പൊളാരിറ്റി തിരിച്ചതാണ് സെക്കൻഡ് കേസിൽ ബിയിൽ കാണിച്ചേക്കുന്നത് കണ്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊളാരിറ്റി തിരിച്ചതാണ്. പൊളാരിറ്റി തിരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? പ്ലസ് താഴോട്ടല്ലേ, കറണ്ട് താഴേക്കല്ലേ ഫ്ലോ ചെയ്യുന്നത്. നോക്കിക്കേ, കറണ്ട് താഴേക്കാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തതേ ഉള്ളൂ. ഇനി 3ഉം 4ഉം അതായത് സിയും ഡിയും തമ്മിൽ നേരെ റിവേഴ്സാണ്. ഒരു കറണ്ട് സോഴ്സ് തന്നാൽ എങ്ങനെ വോൾട്ടേജ് ആക്കാം? കറണ്ടിൻ്റെ ആരോ മേളിലേക്കല്ലേ, അപ്പം പോസിറ്റീവ് മേളിൽ വരണം. എന്നിട്ട് ഈ കാണുന്ന RSH സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. എളുപ്പമല്ലേ? സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പമാണ് കേട്ടോ. തിയറമായിട്ട് ഇവിടെ ചോദിക്കത്തില്ല, അത് ഹയർ സെമസ്റ്ററിലേ ചോദിക്കത്തുള്ളൂ, സർക്യൂട്ട്സിലൊക്കെ ചോദിക്കത്തുള്ളൂ. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെയെങ്കിലും പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയെടുക്കേണ്ടി വന്നാൽ എളുപ്പമെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാമ്പിളാണ് കേട്ടോ. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. Transform a voltage source of 20 volt with an internal resistance of 5 ohm to a current source. അപ്പോൾ എന്താ? ഒരു വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് കറണ്ട് സോഴ്സ് ആക്കണം. വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടില്ലേ? എത്രയാണ് തന്നിരിക്കുന്നത്? 20ഉം റെസിസ്റ്റൻസ് 5ഉം ആണ് അല്ലേ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കണം ആംബിയർ റേറ്റിംഗ് അല്ലേ. V=IR എന്നല്ലേ. അപ്പോൾ I കണ്ടുപിടിക്കണം V/R. 20/5 എന്ന് പറഞ്ഞാൽ 4 ആംബിയർ. 4 ആംബിയർ സോഴ്സും 5 ഓം റെസിസ്റ്റൻസ് പാരലലും ആയിരിക്കണം. കണ്ടോ? 20 പ്ലസ് മൈനസ് എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ പ്ലസ്സിൽ നിന്ന് കറണ്ട് പോകണം. അപ്പം മേളിലോട്ട് കറണ്ട് ഡയറക്ഷൻ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ കണ്ടോ 4 ആംബിയർ. പിന്നെ ഈ 5 ഓമിനെ ഇവിടെ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കണം. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറി എളുപ്പമല്ലേ? അന്ന് ഒരെണ്ണം കൂടെ നോക്കിയാലോ. ഷാൽ വി ലുക്ക് ഓൺ ടു വൺ മോർ എക്സാമ്പിൾ. കൺവേർട്ട് എ ഗിവൺ കറണ്ട് സോഴ്സ് ഓഫ് 50 ആംബിയർ വിത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് 10 ഓം to an equivalent voltage source. ഇപ്പോൾ നമ്മൾ ഇനി തിരിച്ച് ചെയ്യുവാണ്. വി ആർ കൺവേർട്ടിങ് എ കറണ്ട് സോഴ്സ് ടു എ വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ കറണ്ട് സോഴ്സ് എത്ര? 50 ആംബിയർ 10 ഓം ആണെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് V=I/R അല്ലേ. സോ I 50 × 10 500 വോൾട്ട്. 500 വോൾട്ട് ബാറ്ററിയും അതിന് സീരീസ് ആയിട്ട് 10 ഓമും കൊടുത്താൽ ഇക്വലൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആവും. ചെക്ക് ചെയ്യാം. കണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് 50 ആംബിയർ താഴേക്കാണ് കറണ്ട് ഡയറക്ഷൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് മേളിലും പ്ലസ് താഴെയായിരിക്കണം. വെളിയിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലസ് ആക്കണം. അപ്പം മൈനസ് പ്ലസ് എന്നുള്ളത് കണ്ടോ, മൈനസ് പ്ലസ് 500 വോൾട്ട് 10 ഓം സീരീസ്. എളുപ്പമല്ലേ? സോ ഇത്രയേ ഉള്ളൂ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് R ഉണ്ടെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ കറസ്പോണ്ടിങ് കറണ്ട് സോഴ്സ് ബൈ inserting a current source that is V/R and the same resistance R should be connected in parallel. I hope you understood. നെക്സ്റ്റ് ഇനി എന്താ നമുക്ക് പഠിക്കാനുള്ളത്? സോ വി ഹാവ് ഗോൺ ത്രൂ ദ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്താ? ആദ്യം നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സിനകത്ത് ആക്റ്റീവ് സോഴ്സസ്, അതായത് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് വി കോൾ ഇറ്റ് ആസ് ആക്റ്റീവ് സോഴ്സസ്. അവർ തന്നെ ഡിപ്പെൻഡൻറ്റും ഉണ്ട് ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. ഇതിനകത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ബാധിക്കാതെ അത് എപ്പോഴും കോൺസ്റ്റൻറ്റ് വോൾട്ടേജോ കോൺസ്റ്റൻറ്റ് കറണ്ടോ തരും. സോ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആർ വോൾട്ടേജ് സോഴ്സ് ഓർ ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സ്. ഇനി നെക്സ്റ്റ് ഉണ്ട് ഡിപ്പെൻഡൻറ്റ്. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് വോൾട്ടേജും കറണ്ടും സോഴ്സ്, അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്,
വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, ഇതൊന്നും ഫസ്റ്റ് ഇയറിൽ ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയും ടൈപ്സ് ഉണ്ടെന്നൊന്ന് പറഞ്ഞു തരിക. സ്പെഷ്യലി ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സ്റ്റുഡൻസ് ദേ റിക്വയർ ദീസ് തിങ്സ് ഇൻ യുവർ ഹയർ സെമസ്റ്റർ. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, ഒന്ന് ഫെമിലറൈസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസിന് എന്തുണ്ടല്ലോ ഈ സ്ലൈഡിൽ എന്താണെന്നാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ഞാനിത് കാണിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ സിമ്പൽ മനസ്സിലാക്കണം. കണ്ടോ, ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിന് നമ്മളിങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് യൂഷ്വലി കാണിക്കാറുള്ളത്. സോ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ, വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് പ്രൊഡ്യൂസസ് എ വോൾട്ടേജ് ആസ് എ ഫങ്ഷൻ ഓഫ് വോൾട്ടേജ് ഇൻ സംവെയർ എൽസ്. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണല്ലോ വേറെ എവിടത്തെയോ ഏതോ ഒരു വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സിമിലർലി കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണല്ലോ എവിടെയോ ഉള്ള സർക്യൂട്ടിലെ ഒരു കറണ്ടിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് ഫസ്റ്റും തേർഡുമാണ് വോൾട്ടേജ് സോഴ്സ്, പ്ലസും മൈനസും ഇട്ട് കാണിക്കണം. ഇനി കറണ്ട് സോഴ്സ് ആണെങ്കിലോ ആരോ ഇട്ട് കാണിക്കണം. അപ്പോൾ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എപ്പോഴും കറണ്ട് ആയിരിക്കും. സോ ആരോ ഡയറക്ഷൻ കാണിക്കണം, കറണ്ട് ഡയറക്ഷൻ. ഇനി കറണ്ട് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിലെ ഏതോ ഒരു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ കറണ്ട് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമിലർലി വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഈ സർക്യൂട്ടിൽ തന്നെ ഏതോ ഒരു വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനകത്തൊക്കെ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അല്ലാണ്ട് ഇത് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇത് ചോദിക്കത്തുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പറഞ്ഞു തന്നാണ്. സോ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് വരുമ്പം ഡയമണ്ട് ഷേപ്പിലല്ലേ, റോംബസ് ഷേപ്പിലുള്ള സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് സോഴ്സിനെ നൊട്ടേറ്റ് ചെയ്യാൻ ഒന്നിലെ പ്ലസ് മൈനസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൈനസോയിഡൽ വേവ് ഫോം യൂസ് ചെയ്യുന്നത് ഫോർ AC വേവ് ഫോംസ്. പിന്നെ കറണ്ട് സോഴ്സ് ആണെങ്കിൽ വി ആർ നൊട്ടേറ്റിംഗ് ഇറ്റ് വിത്ത് ആരോ. ഇത്രയും പറയാൻ വേണ്ടി ജസ്റ്റ് കൂടുതൽ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. സോ നൗ വി ഹാവ് ഗോൺ ത്രൂ ആക്റ്റീവ് ഡിവൈസസ് ദാറ്റ് ടു ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റുമായിട്ടുള്ള എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ആക്റ്റീവ് സോഴ്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സുമാണ്. അവരെ തമ്മിലൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വി ഹാവ് ടു look on to our second one, that is passive elements. What are passive elements? Passive elements are elements those consume electric energy or store electric energy. Electric energy ഉപയോഗിക്കുകയോ സ്റ്റോർ ചെയ്യോ വെക്കുന്നവരെയാണ് നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. അപ്പം ആക്റ്റീവ് എന്നായിരുന്നു? ആക്റ്റീവ് എലമെൻറ്റ്സ് ആർ എലമെൻറ്റ്സ് ദാറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി ഓർ പ്രൊഡ്യൂസ് ഇലക്ട്രിക് എനർജി. പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ആക്റ്റീവായിട്ടുള്ളവർ, എല്ലാം കൺസ്യൂം ചെയ്യുന്നവർ പാസീവായിട്ടുള്ളവർ. സോ പാസീവ് എലമെൻറ്റ്സിൻ്റെ മെയിൻ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. എന്താ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എ റെസിസ്റ്റർ? റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ തടയുന്ന ആളാണ് റെസിസ്റ്റർ. റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. അപ്പം കറണ്ടിനെ തടയുന്ന ആളെയാണ് വി കോൾ ഇറ്റ് ആസ് എ റെസിസ്റ്റൻസ്. അപ്പം റെസിസ്റ്റൻസിനകത്ത് കറണ്ടിനെ തടയുമ്പോൾ ആ എനർജി എന്താവും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഒപ്പോസസ് ദ കറണ്ട് ആൻഡ് ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഇസ് ഓം എന്നാണ് അല്ലേ. അപ്പം റെസിസ്റ്റർ എന്താന്ന് ചോദിച്ചാൽ എന്താ? റെസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രിക്കൽ കമ്പോണൻസ് വിച്ച് ലിമിറ്റ്സ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഓർ ഇൻ എ കണ്ടക്ടർ. Resistor is an electrical component that limits the flow of electric current in a conductor. അപ്പോൾ എന്താ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ എന്ന് നോക്കാം. നോക്കിക്കേ, ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് സിമ്പിൾ ഓഫ് എ റെസിസ്റ്റർ. ഇനി പല ടൈപ്പ് ഉണ്ട്, ഇങ്ങനെ ബ്ലോക്കിലിട്ട് കാണിക്കാം റെസിസ്റ്ററിനെ. ദിസ് ഇസ് തെർമിസ്റ്റർ. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാലേ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യാം. ലൈറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതിന് LDR എന്ന് പറയാം. പിന്നെ റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റുന്നതിന് വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയാം. പിന്നെ പൊട്ടൻഷ്യോമീറ്റർ, ഇതെല്ലാം റെസിസ്റ്ററിൻ്റെ പല പല സിമ്പിൾസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ടും ഈ ആദ്യത്തെ സിമ്പിൾ പഠിക്കണം. പിന്നെ നമ്മളിത് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പിലും പഠിക്കും. പിന്നെ ഇലക്ട്രിക്കലിനകത്തും റെസിസ്റ്റർ, റിയോ
റിയോസ്റ്റാറ്റ് പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ നമ്മൾ അവിടെയും പഠിക്കും കേട്ടോ. ഇനി താഴെ ഒരു ഗ്രാഫ് കണ്ടോ, അത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ, എന്താ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ. സോ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെസിസ്റ്റൻസ് ഷൂസ് ദാറ്റ് ദ സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വോൾട്ടേജ് കൂടിയാലും കറണ്ട് കൂടിയാലും റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിന് ഒരു വ്യത്യാസവും ഇല്ലാതാണ്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, നമ്മളുടെ ഒരു ഡയമെൻഷൻസ് നമുക്കറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ബൈ യൂസിങ് ദ ഇക്വേഷൻ റോ എൽ ബൈ എ. ഓർക്കുന്നുണ്ടോ, വെയർ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു, ഓം മീറ്റർ. Rho is the resistivity or property of the material. L is the length of the material. അതിൻ്റെ യൂണിറ്റ് മീറ്റർ. And A is the area of the cross section of the conductor. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ R is equal to rho L by A. ഇനി നെക്സ്റ്റ് എന്താ, കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിനകത്തൂടെയുള്ള പവർ എന്തായിരിക്കും, if current I flows through a resistor with a potential of V drops, then power absorbed will be equal to പവറിനെ V into I. സോ V into I എന്ന് പറയാം. ഇല്ലെങ്കിൽ ആ V എന്ന് പറഞ്ഞാൽ IR അല്ലേ, അപ്പോൾ Vക്ക് IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം I സ്ക്വയർ R എന്നും കിട്ടും. ഓക്കെ, I സ്ക്വയർ R വാട്ട്സ് അല്ലെങ്കിൽ V into I. ഈ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരും കേട്ടോ, പ്രോബ്ലത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടതാണ്. സോ ഇത് ഓർത്തിരിക്കണം. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് വാട്ട് ഇസ് ദ എനർജി ലോസ്റ്റ്. എനർജി എത്രയാ കൺസ്യൂം ചെയ്തത്, അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് ഡൺ ആണ് അല്ലേ. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജിയാണ് പവർ. അപ്പോൾ എന്താ, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് വർക്ക് ഡൺ അല്ലെ, ഇൻ്റഗ്രൽ ഓഫ് പവർ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താ, പി ഇൻറ്റു ടി. പിക്ക് നമ്മൾ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞു തന്നായിരുന്നു, വി ഐ ഇൻറ്റു ടി എന്ന് എടുക്കാം, അല്ലെ I സ്ക്വയർ ആർ ഇൻറ്റു ടി എന്ന് എടുക്കാം, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഇതൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണ്. സ്റ്റിൽ ഈ സംഭവങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സോ വി ഹാവ് ഗോൺ ത്രൂ ദ റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് എന്താ, സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ആൻ ഇൻഡക്ടർ അല്ലെ, ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് എന്താണ്, വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇൻഡക്റ്റൻസ്. ഓക്കെ, so inductance is the property of a material by virtue of which it opposes any change of magnitude or direction of the current passing through the conductor. റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റെസിസ്റ്റൻസ് കറണ്ടിനെ അങ്ങ് തടഞ്ഞേക്കുക, അതാണ് റെസിസ്റ്റൻസ്. പക്ഷേ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇൻഡക്റ്റൻസ് കറണ്ടിനെയല്ല തടയുന്നത്, കറണ്ടിൻ്റെ ചേഞ്ചിനെയാണ് തടയുന്നത്. ഫോർ എക്സാമ്പിൾ, കറണ്ട് 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇൻഡക്ടർ ആണെങ്കിൽ അത് 5ൽ നിന്ന് കൂടാനോ കുറയാനോ സമ്മതിക്കത്തില്ല, അതിനെ ആ 5 ആക്കി തന്നെ അത് പാസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ 5 എന്നുള്ള അറിയാതെ ഒരു ബൾബും കൂടി ഇട്ടു, അല്ലെങ്കിൽ പോട്ടെ ഒരു സാധനം കൂടെ, ഞാൻ ഇപ്പോൾ ഒരു AC കൂടി ഇട്ടപ്പോഴത്തേക്ക് 10 ആയി, 10 ആവാൻ സമ്മതിക്കില്ല, 5ൽ തന്നെ ആക്കാൻ നിൽക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഐ റിപ്പീറ്റ്, ഇൻഡക്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ. അതിൻ്റെ യൂണിറ്റാണ് ഹെൻറി. ഈ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും നമുക്ക് 3rd മോഡ്യൂളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാലും ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മളൊന്ന് നോക്കിയിട്ട് പോവാണ്. സോ ഇൻഡക്റ്റൻസ് എന്താ, ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഓർ കണ്ടക്ടർ. ഓക്കെ, സോ ഇൻഡക്റ്റൻസ് ഒപ്പോസസ് ദ ചേഞ്ച് ഓഫ് കറണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇൻഡക്ടറിനെ എങ്ങനെയാണ് നമുക്ക് പറയുക, 1 ഹെൻറി. ഹൗ ക്യാൻ വി ഡിഫൈൻ 1 ഹെൻറി? ആൻ ഇൻഡക്റ്റൻസ് ഈസ് സെഡ് ടു ബി 1 ഹെൻറി when the current through a coil of conductor changes at a rate of 1 ampere per second inducing 1 volt across the coil. അതായത് ഇൻഡക്റ്റൻസ് 1 ഹെൻറി ആവണമെങ്കിൽ 1 ആംപിയർ, 1 സെക്കൻഡിൽ 1 ആംപിയർ ഫ്ലോ ചെയ്യുമ്പം അതിനക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവണം. ഓക്കെ, 1 വോൾട്ട് വോൾട്ടേജ് ഉണ്ടാവണം. ഒന്നുകൂടെ പറയുവാണ്,
1 ഹെൻറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആംപിയർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 1 ആംപിയർ കറണ്ട് ഒരു ഇൻഡക്ടറിൽ കൂടെ പോയാൽ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 1 വോൾട്ട് ആകുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ഇൻഡക്ടൻസ് ഈസ് ഹാവിങ് 1 ഹെൻറി. സോ ഐ റിപ്പീറ്റ്, ഇൻഡക്ടൻസ് ഈസ് സെഡ് ടു ബി 1 ഹെൻറി when the current through a coil of the conductor changes at a rate of 1 ampere per second inducing 1 volt across the coil. So ഇൻഡക്റ്റൻസ് എങ്ങനെയാണ്? ഇത് കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡക്റ്റൻസ് ഉണ്ട്. എയർ കോഡ് ഇൻഡക്ടർ ഉണ്ട്, ഫെറൈറ്റ്, അയൺ, അഡ്ജസ്റ്റബിൾ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടറിനെ നമ്മൾ ഇങ്ങനെ ഒരു കോയിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇനി നെക്സ്റ്റ്, എന്താ ഇൻഡക്ടർ? ഇൻഡക്ടറിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ ആദ്യം നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസിൽ നിന്ന് എങ്ങനെ വാല്യൂ കിട്ടുമെന്നാണ്. അപ്പോൾ സിമിലർലി ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ μ0 n²a/L ആണ്. വെയർ μ0 ഈസ് ദ പെർമിയബിലിറ്റി, n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് L ഈസ് ദ ലെങ്ത് ഓഫ് ദ കോയിൽ ഇൻ മീറ്റർ. സോ L ഈസ് ഈക്വൽ ടു μ0 n²a/L. അതൊരു ഇക്വേഷനാണ് കേട്ടോ. ഇനിയുണ്ട് ഇക്വേഷൻസ്. ഫാരഡേസ് ലോ പ്രകാരം എന്താ പറയുക? E ഈസ് ഈക്വൽ ടു -N dφ/dt. ഫാരഡേസ് ലോ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാവേ, ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണേലും. സോ അപ്പോൾ ഒരു ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N dφ/dt, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് L × di/dt. അപ്പോൾ ഇപ്പോൾ കറണ്ടിന് ചേഞ്ച് ഇല്ല, എന്താ ഇൻഡക്ടറിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടാവുമോ? ഇല്ല. ഉണ്ടാവോ? ഇല്ല. അപ്പോൾ എങ്ങനെയാ? വോൾട്ടേജ് വിൽ ബി 0 ഇഫ് ദ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കറണ്ട് di/dt 0 ആണെങ്കിൽ വി എല്ലും 0 ആയിരിക്കും. ഇനി ഒരു ഇൻഡക്ടറിനകത്തുള്ള പവർ എന്ന് പറഞ്ഞാൽ എന്താ? V × I അല്ലേ? V എന്ന് പറഞ്ഞാൽ എന്താ? L di/dt. അപ്പോൾ എന്താ? L × I × di/dt വാട്ട്സ് എന്ന് പറയാം. അപ്പം ഇനി ഒരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Prove that the pure inductor does not dissipate any energy. It does not dissipate any energy എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? എനർജി കണ്ടുപിടിക്കണമെങ്കിൽ W is equal to integral 0 to T P dt. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 എന്താ? Li di/dt. ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ആയി പോയിട്ട് എന്ത് കിട്ടും? ½ × Li². സോ ഇറ്റ് മീൻസ് ദാറ്റ് പ്യുവർ ഇൻഡക്ടർ ഡസ് നോട്ട് ഡിസിപ്പേറ്റ് എനി എനർജി ബട്ട് ഇറ്റ് സ്റ്റോഴ്സ് എനർജി ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നോണം. W is equal to ½ Li². അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? കപ്പാസിറ്റൻസും പഠിക്കാൻ പോകുന്നത്. കപ്പാസിറ്റൻസിൻ്റെ ആദ്യം എന്താ? വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി? കപ്പാസിറ്റൻസ് എന്നാ നോക്കും, കപ്പാസിറ്റർ എന്നാ നോക്കും, പിന്നെ അതിൻ്റെ സിമ്പിൾസൊക്കെ നമ്മൾ നോക്കും. 1 ഫാരഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഫാരഡിൽ, അപ്പോൾ 1 ഫാരഡിൻ്റെ ഡെഫിനിഷൻ നോക്കും, പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് നോക്കും, എന്നിട്ട് എനർജി, അതായത് ആദ്യ ഇക്വേഷൻ വോൾട്ടേജ് നോക്കും, പിന്നെ പവർ നോക്കും, പിന്നെ എന്താ എനർജി സ്റ്റോർഡ് നോക്കും. ഈ ഒരു ഫോർമാറ്റിലാണ്, ഈ ഒരേ ഫോർമാറ്റിലാണ് ഞാൻ റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും പഠിപ്പിച്ചത്. അപ്പോൾ അത് ഓർത്തിരുന്നിട്ട് അതേ ഓർഡറിൽ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? Capacitance is the ability of a material to store charge in the form of separate charges or in electric field. ഓക്കെ, അപ്പോൾ എന്താ? അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫാരഡ് ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ചാർജ് പെർ യൂണിറ്റ് വോൾട്ടേജ് that can be stored in a pair of conductors separated by a dielectric medium. അത് ഓൾറെഡി അറിയത്തില്ലേ? വാട്ട് ഈസ് എ കപ്പാസിറ്റർ? കപ്പാസിറ്ററിന് 2 ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ് കാണും, അതിൻ്റെ ഇടയിൽ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം കാണും. നോക്കിക്കേ, കണ്ടോ? കപ്പാസിറ്ററിനകത്ത് 2 മെറ്റൽ പ്ലേറ്റ്സ് കാണും, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്, അതിൻ്റെ ഇടയിൽ ഡൈ ഇലക്ട്രിക് മീഡിയം കാണും. ഇതാണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പം capacitance is a measure of charge per unit voltage that is stored in a pair of conductors separated by a dielectric medium. കപ്പാസിറ്റർ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഓർ അതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രത്തിനകത്ത് വരുന്നത്. ഇനി എങ്ങനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2 ലൈൻ പാരലൽ വരച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ?
പാരലൽ. ഇതെന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, വേരിയബിൾ. ഇത് കണ്ടോ, ഇത് നോർമൽ കപ്പാസിറ്റർ, ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റർ, വേരിയബിൾ കപ്പാസിറ്റർ. ഇതിനകത്ത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വേരി ചെയ്യാം. സോ എങ്ങനെയാണ് കപ്പാസിറ്റൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്? എ കപ്പാസിറ്റൻസ് ഈസ് സെഡ് ടു ബി 1 ഫാരഡ് പ്രൊവൈഡഡ് 1 കൂളംബ് ഓഫ് ചാർജ് ക്യാൻ ബി സ്റ്റോർഡ് with 1 volt across the 2 electrodes of the elements. 2 ഇലക്ട്രോണിനിടെ 1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 1 കൂളംബ് ഓഫ് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആയിരിക്കും. ഓക്കെ, ആ കപ്പാസിറ്റൻസിൻ്റെ എലമെൻറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? കപ്പാസിറ്റർ എന്ന്. ഇപ്പം കപ്പാസിറ്റൻസിനകത്തൊന്നും നമുക്കിതുപോലെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ക്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു, അതാണ് സി, കപ്പാസിറ്റൻസ്. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. മറന്നുപോയല്ലേ, ക്യൂ ഈസ് ഈക്വൽ ടു സി വി. മറ്റേടത്ത് എന്തായിരുന്നു? എൽ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ആയിരുന്നു. ഇവിടെ എന്താ? ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി. നെക്സ്റ്റ്, പവർ അബ്സോർബ്ഡ് ബൈ ദ കപ്പാസിറ്റർ. പവർ അബ്സോർബ്ഡ് ബൈ ദ കപ്പാസിറ്റർ എങ്ങനെയാണ് കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അതിനകത്ത് വി ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയുടെ വാല്യൂ എന്താ? ക്യൂ ബൈ സി ആവത്തില്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐദർ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് വി ഇൻറ്റു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി, or we can write it as V into I. അപ്പോൾ എനർജി സ്റ്റോർഡ് എങ്ങനെ കണ്ടുപിടിക്കാം? എനർജി സ്റ്റോർഡ് is equal to half CV square. ഓക്കെ, എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് സി വി സ്ക്വയർ. ഫോർ ആൻ ഇൻഡക്ടർ എനർജി സ്റ്റോർഡ് ഇസ് ഹാഫ് എൽ ഐ സ്ക്വയർ, ആൻഡ് ഫോർ എ കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ് ഇസ് ഗിവൺ ബൈ ഹാഫ് സി വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഇത് കണ്ടോ, ഈ വലിയ ഡയഗ്രാം ആദ്യം കാണിച്ചപ്പോഴത്തേക്ക് എന്താ ഭയങ്കര ഇത് ഇത്രയൊക്കെ പഠിക്കണമെന്നുണ്ട്. ഇത്രയൊന്നും പഠിക്കണ്ട. ഇലക്ട്രിക് സർക്യൂട്ട് എലമെൻറ്റ്സ് എന്നാന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ദാറ്റ് ഈസ് ആക്റ്റീവ് എലമെൻറ്റ്സ് ആൻഡ് പാസീവ് elements. Active elements produces energy, whereas passive elements only consumes energy. Active elements in the example current source and voltage source. Passive elements in the example resistor, inductor and capacitor. Okay, we will discuss the resistance, inductor and capacitor in detail in our third module. But ഇപ്പം ഞാൻ റെസിസ്റ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും കാര്യം ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരും. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ. സോ ദിസ് ഈസ് എ ലെങ്തി വീഡിയോ. സോ ദീസ് ആർ മൈ റെഫറൻസസ്. ജോൺ ബേർഡ്, സിമ്പിൾ ടെക്സ്റ്റാണ്, ഫോറിൻ ഓതറാണല്ലോ. ദെൻ വി കെ മേത്ത ആൻഡ് ഭട്ടാചാര്യ. ഞാനിപ്പോൾ ഈ ലെസൺ 2-ൽ ഇത്തിരി കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് എന്താണ് സർക്യൂട്ട് എലമെൻറ്റ്സ് എന്ന് വരെ പഠിച്ചാൽ മതി കേട്ടോ. ബാക്കി ഇതിനകത്തുനിന്ന് യൂണിവേഴ്സിറ്റിക്ക് ഒരിക്കലും ഒരു സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കമ്പയർ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ്. അത് ചോദിക്കാൻ കാരണം പ്രീവിയസ് യൂണിവേഴ്സിറ്റീസ് സിലബസിനകത്ത് വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ഉണ്ടായിരുന്നത് കൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തൊരിക്കൽ ചോദിച്ചെന്നിരിക്കും. അല്ലാണ്ട് ഇതിനകത്തുനിന്ന് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഒന്നും പഠിക്കണ്ട. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി എല്ലാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇമ്പോർട്ടൻ്റ് തുടങ്ങുന്നതൊക്കെ നെക്സ്റ്റ് ലെസൺ മുതലാണ്. സോ ടിൽ ദെൻ ഹാപ്പി ലേണിംഗ്. വി വിൽ മീറ്റ് സൂൺ.